ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അടുത്ത മാസം 2-ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അറിയിച്ചു. ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചതായും മന്ത്രി പറഞ്ഞു. 2024 ഡിസംബർ 3 മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയ തുറമുഖത്ത് ഇതുവരെ 263 കപ്പലുകളാണ് എത്തിച്ചേർന്നത്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ സമീപകാല വിധിയെ ചോദ്യം ചെയ്ത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ത്യൻ രാഷ്ട്രപതിയോട് കോടതിക്ക് നിർദ്ദേശിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജഡ്ജിമാർ നിയമനിർമ്മാണം നടത്തുകയും അത് നടപ്പിലാക്കുകയും സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജനാധിപത്യത്തിനായി ഇന്ത്യ ഇതുവരെ ആവശ്യമുയർത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ രാജ്യസഭാ ഇന്റേണുകളുടെ 6ാം ബാച്ചിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് നിയമ ഭേദഗതിയിൽ നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് 7 ദിവസം സമയം നൽകി സുപ്രീം കോടതി. അതുവരെ വഖഫ് സ്വത്തുകളിൽ നിലവിലെ സ്ഥിതി തുടരണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസ് അടുത്ത മാസം 5-ന് വീണ്ടും പരിഗണിക്കും. 2025 വഖഫ് ഭേദഗതി നിയമപ്രകാരം വഖഫ് ബോർഡുകളിലേക്കോ കേന്ദ്ര വഖഫ് കൌൺസിലിലേക്കോ അടുത്ത വാദം കേൾക്കുന്നതുവരെ പുതിയ നിയമനങ്ങൾ നടത്തില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. യമുന നദിയുടെ ശുചീകരണത്തിനും പുനരുജ്ജീവനത്തിനുമുള്ള പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ അവലോകന യോഗം ചേർന്നു. നദിയുടെ ശുചീകരണത്തിനായുള്ള ഏജൻസി തിരിച്ചുള്ള കർമ്മ പദ്ധതി യോഗത്തിൽ അവലോകനം ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ജലശക്തി മന്ത്രി CR പാട്ടീൽ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 21-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് നിർവഹിക്കും. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. ഈ മാസം 21 മുതൽ മെയ് 30 വരെ വിപുലമായ പരിപാടികളോടെയാണ് വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത്. വാർഷികാഘോഷ പരിപാടിയുടെ സമാപനം തിരുവനന്തപുരത്ത് നടക്കും. രാജ്യത്തെ ഏറ്റവും വലിയ സഹകരണ എക്സ്പോയുടെ 3ാം പതിപ്പ് ഈ മാസം 21 മുതൽ 30 വരെ കനകക്കുന്ന് പാലസ് ഗ്രൗണ്ടിൽ നടക്കും. ഉൽപ്പന്ന ലോഞ്ച്, B2B മീറ്റിംഗുകൾ, സെമിനാറുകൾ എന്നിവ എക്സ്പോയുടെ ഭാഗമായി സംഘടിപ്പിക്കും. 250-ലധികം സ്റ്റോളുകളും ഉണ്ടാകും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ കയറ്റുമതി 2 ലക്ഷം കോടി രൂപ റെക്കോർഡ് നിലവാരത്തിലെത്തിയതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ്. 2013-14 കാലത്ത് 167-ാം സ്ഥാനത്തായിരുന്ന രാജ്യത്തിന്റെ സ്മാർട്ട് ഫോൺ കയറ്റുമതി ഇപ്പോൾ 1-ാം സ്ഥാനത്തെത്തിയതായും അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. നാഷണൽ കേഡറ്റ് കോർ ഡയറക്ടർ ജനറൽ ശനിയാഴ്ച മുതൽ 5 ദിവസം കേരളം സന്ദർശിക്കും. NCC യൂണിറ്റുകളുമായി ഇടപഴകുന്നതിനും സംസ്ഥാനത്തെ അവരുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനുമായാണ് സന്ദർശനം. വടക്കൻ മേഖലയിലെ ഇടപെടലുകൾക്ക് ശേഷം DG NCC തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും. പെൺകുട്ടികളിലെയും സ്ത്രീകളിലെയും രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ആരോഗ്യവകുപ്പ് ചികിത്സാ മാർഗരേഖ തയ്യാറാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഹീമോഫീലിയ ടെക്നിക്കൽ കമ്മിറ്റിയാണ് മാർഗരേഖ തയ്യാറാക്കിയത്. അമിത രക്തസ്രാവം മൂലം ബുദ്ധിമുട്ടുന്ന പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഏകീകൃതവും ഗുണമേന്മയുള്ളതുമായ ചികിത്സ ഇതിലൂടെ ഉറപ്പാക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. യേശുക്രിസ്തു തന്റെ ശിഷ്യരോടൊത്ത് അന്ത്യ അത്താഴം പങ്കിട്ടതിന്റെ ഓർമ്മ പുതുക്കി പെസഹ വ്യാഴം ആചരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. രാജ്യത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയും കാൽ കഴുകൽ ശുശ്രൂഷകളും നടന്നു. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ നാളെയാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയച്ചു. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. മലേഷ്യയിലെ ക്വാലാലംപൂരിൽ നടക്കുന്ന ലോക സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് ഏഷ്യ ക്വാളിഫയറിൽ ശക്തമായ തുടക്കം കുറിച്ച് ഇന്ത്യ. അനാഹത് സിംഗ്, വീർ ചോത്രാനി, തൻവി ഖന്ന എന്നിവർ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. മുതലപ്പൊഴി മണൽ നീക്കവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിത ശ്രമമെന്ന് മന്ത്രി V ശിവൻകുട്ടി. പൊഴി മുറിച്ചില്ലെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും താഴെയുള്ള 4-5 പഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി പൊഴി മുറിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നത് ജനവിരുദ്ധമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് നടിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെയാണ് എക്സൈസ് വകുപ്പ് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതി ചർച്ച ചെയ്യാൻ മോണിറ്ററിംഗ് സമിതി ചേരുമെന്ന് ഫിലിം ചേംബർ ഭാരവാഹികൾ അറിയിച്ചു. പരാതി ലഭിച്ചതായി അമ്മ നിർവാഹക സമിതി അംഗം വിനു മോഹൻ അറിയിച്ചു. 3-അംഗ സമിതി രൂപീകരിച്ച് അന്വേഷിക്കുമെന്നും തുടർ നടപടികൾ പിന്നീട് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.